ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ലഡു എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കാതെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്, 2 കപ്പ് ഷുഗർ, നെയ്യ്, പഞ്ചസാരയും 5 ഏലക്കായും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് വേണം. മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി, വെള്ളം, ഉപ്പ്. അപ്പോൾ ഞാൻ കടലമാവ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് വെള്ളം കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബൂന്തി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഡീപ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കും. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം എണ്ണ ചൂടാക്കിയെടുക്കാൻ. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് ബൂന്തി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്ലോട്ടഡ് സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതാ ഇതുപോലെ ഉള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ബൂന്തി റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. ഒത്തിരി ക്രിസ്പി ആവാതെ നോക്കണം. ഒരു 5-10 സെക്കൻഡ് നേരം ഇട്ട് ചെറുതായി ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബൂന്തി ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള മാവ് കൊണ്ടും നമുക്ക് ബൂന്തി ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ലഡുവിന് ആവശ്യമായിട്ടുള്ള ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 6-7 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് നമുക്ക് മിക്സി ജാറിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മാറ്റിവെച്ച ബൂന്തിയും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മെൽറ്റ് ആവുമ്പോഴേക്കും നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നമുക്കിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി നേരം തിളപ്പിച്ചെടുക്കണ്ട. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവണ്ട കേട്ടോ. വിരലിൽ തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു ഒട്ടൽ ഫീൽ ചെയ്യും. ആ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒത്തിരി നൂൽപ്പരുവായാൽ നമ്മുടെ ലഡു കട്ടയായി പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബൂന്തി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം. ഈ പഞ്ചസാര സിറപ്പ് മുഴുവനും ബൂന്തി വലിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മളിത് ഉരുട്ടിയെടുക്കേണ്ടത്. ചൂട് പോകുന്നതിന് മുന്നേ തന്നെ ഉരുട്ടിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ലഡു ഷേപ്പാക്കി എടുക്കാൻ പറ്റാതെയാവും. അപ്പോൾ നമ്മുടെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്ത് നന്നായിട്ട് ബലം കൊടുത്ത് തന്നെ ഉരുട്ടിയെടുക്കാം. ഒരു മുന്തിരിയുടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 3-4 മണിക്കൂറൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ആ ടേസ്റ്റ് നമ്മുടെ ലഡുവിന് കിട്ടുള്ളൂ. ഒരു ദിവസം വെച്ചാൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ലഡുവിനും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഓക്കെ, ബൈ.